അറ്റൻഷൻ ഡെഫിസിറ്റ് നന്നായിട്ട് കാണും. ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ല, എപ്പോഴും പിരിവിരിപ്പായിരിക്കും. അതൊരു വികൃതിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയില്ല. ഇല്ല, അല്ല ആ വികൃതി ഒന്നോ രണ്ടോ ദിവസം കാണിച്ച കുഴപ്പമില്ല. പക്ഷെ ഈ വികൃതി അവന്റെ പഠനത്തെ എഫക്ട് ചെയ്യുന്നു, അവന്റെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ മടി കാണിക്കുന്നു. അപ്പൊ അവന് നമ്മൾ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കുളിച്ചിറങ്ങും, ശരിക്കും സോപ്പൊന്നും തേക്കത്തില്ല, അല്ലെ എല്ലാം ഷാബിയായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യത്തില്ല, എല്ലാം പെട്ടെന്ന് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ക്യൂവിൽ വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ക്ലാസ് സ്കൂളിൽ പോയി അസംബ്ലി നിൽക്കുക, ക്യൂ നിൽക്കാൻ ബുദ്ധിമുട്ട്, ടീച്ചർ എപ്പോഴും കംപ്ലൈന്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊരു മൂവിക്ക് പോകുന്നു, അവിടെ ക്ഷമയില്ല, ഒരു ഫ്ലൈറ്റിൽ പോകുന്നു, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തും ക്ഷമയില്ല ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് അവനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മൾട്ടിപ്പിൾ സിനാരിയോയില് ഏതാണ്ട് ഒരുപോലത്തെ ഒരു ബിഹേവിയർ. ഒരു സ്ഥലത്ത് മാത്രമല്ല, ഡിഫറെന്റ് സിറ്റുവേഷനിലും പല മാസങ്ങളായി ഇങ്ങനെ പെരുമാറുമ്പോഴാണ് നമ്മൾ അതിനെ ഡയഗ്നോസിലേക്ക് പോകുന്നത്. കാരണം ഒരു ദിവസം വികൃതി കാണിച്ചപ്പോൾ നമുക്ക് അവനെ ADHD ബ്രാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനൊക്കെ ഒരു ലക്ഷണങ്ങളായിട്ട് കണക്കിലെടുക്കാവുന്നതാണ്. അത് ബുദ്ധിപരമായിട്ട് പ്രോബ്ലം ഒന്നുമില്ല, കാര്യങ്ങളെല്ലാം പക്കായിട്ട് നല്ലതായിട്ട് ഗ്രാസ്പ് ചെയ്യും, ഐക്യു നോർമൽ ആയിരിക്കും. അപ്പൊ അവർക്ക് അവരുടെ ലേണിംഗ് സ്റ്റൈൽ ഡിഫറെന്റ് ആയിരിക്കും.